ഈ നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ, അള്ളാഹു നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ്റെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിവരാത്ത രീതിയിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ വലുതാണ്, എത്ര എടുത്തു പറഞ്ഞാലും തീരാത്തതാണ്. തിരുവസന്തം 1500 നമ്മളൊക്കെ ഇന്നുള്ളത്. ഹബീബുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷം കൊണ്ട്, അവിടുത്തെ ഇഷ്ടം വെച്ച്, അവിടുത്തെ പ്രിയം വെച്ച്, അവിടുത്തോടുള്ള സ്നേഹം മുൻനിർത്തി റബീഉൽ അവ്വൽ 1 മുതൽ ഇന്ന് വരെ നമ്മുടെ പള്ളികളിലും മദ്രസകളിലും വലിയ മൗലിദുകളും ജൽസകളൊക്കെ നടന്നു. റബീഉൽ ആഖിർ 1 തൊട്ട് മുഹീദ്ദീൻ മൗലിദ് നടത്തി ജീലാനി അനുസ്മരണം നമ്മൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് തിരു ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്, അവിടുന്ന് ഏറ്റവും കൂടുതൽ അടുത്തിരുന്നത് ഖദീജ ബീവിയോടായിരുന്നു. ആ ഖദീജ ബീവിയെ വല്ലാതെ ഇഷ്ടപ്പെട്ടതിൻ്റെ സന്തോഷം രേഖപ്പെടുത്തി അവിടുത്തെ വഫാത്ത് ദിനത്തിൽ അവിടുന്ന് വലിയ പ്രോഗ്രാമുകൾ നടത്തി, വലിയ മജ്ലിസുകൾ സംഘടിപ്പിച്ച്, പലരെയും വിളിച്ച് ഭക്ഷണം നൽകി ഖദീജ ഉമ്മയുടെ മദ്ഹ് പറയുമായിരുന്നു. നമുക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മലപ്പുറത്ത് നടന്ന പ്രോഗ്രാം നമ്മളൊക്കെ ദർശിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹലോകം, അതിൽ നമ്മുടെ സഹോദര മതത്തിലെ ഒരു കൂട്ടുകാരൻ, ഒരു സാഹിത്യകാരൻ വന്ന് സംസാരിച്ചത് നമ്മളൊക്കെ അറിഞ്ഞു. നമ്മോട് സംസാരിച്ചു അവിടെ വെച്ച്. അവിടുന്ന് പറഞ്ഞത് ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ വിഡ്ഢികളാണ് എന്ന്. ഇത് നമുക്ക് ഏവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്, നാം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത്, നാം ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കേണ്ടത് നമുക്ക് ഈ മതം, പരിശുദ്ധമായ ദീൻ നമ്മളിലേക്ക് തന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അവിടുത്തെ എത്രത്തോളം നമ്മൾ ഇഷ്ടം വെക്കുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് പവിത്രത കൂടുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളില്ല. അവിടുന്ന് പഠിപ്പിച്ചു തന്ന ദീനുണ്ട്. അവിടുന്ന് ഒരു കാര്യം കൂടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്: എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ടത് എൻ്റെ മക്കളായി, പേരമക്കളായി, ഫാത്തിമ ബീവിയിലൂടെ, അലി റളിയല്ലാഹു അൻഹുവിലൂടെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ എനിക്ക് വരുന്ന പേരമക്കൾ, അവർ ലോകാവസാനം വരെ ഉണ്ടാകും. അവരെ നിങ്ങൾ സ്നേഹിക്കണം, അവരെ നിങ്ങൾ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് സയ്യിദന്മാർ എന്ന് നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ സൗദികളിലൊക്കെ പോയ ഷെരീഫുമാർ എന്ന് വിളിക്കുന്ന തങ്ങന്മാർ നമ്മുടെ നാട്ടിൽ, ആ തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. കാരണം അവരുടെ രക്തത്തിൽ, അവരുടെ ഉപ്പമാരിൽ, ഉപ്പാപ്പമാരിൽ 39 40 ഉപ്പാപ്പന്മാരങ്ങോട്ട് ചെന്നാൽ അവർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരും.
നമ്മുടെ ഈ മലപ്പുറത്തിൻ്റെ തിരുമുറ്റത്ത്, നമ്മുടെ ഈ ശുഹദ മക്ബറിൻ്റെ അടുത്ത് പ്രത്യേകം ഒരു മക്ബറ നമുക്ക് കാണാം. അത് ബുഖാരി സാദാത്യങ്ങളാണ്. നമ്മുടെ തൊട്ടടുത്ത് പാണക്കാട്, അവിടെ ഒരുപാട് സാദാത്യങ്ങളുണ്ട്. പാണക്കാട് പൂക്കോയത്തങ്ങൾ മുതൽ ഒരുപാട് സാദാത്യങ്ങൾ ആ മക്ബറയിൽ മറവിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഒരു സയ്യിദ് എന്ന് പറയുന്നത്, ഒരു തങ്ങളെന്ന് പറയുന്നത്, അവർ അഷ്റഫുൽ ഖൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടികളാണ്. ആ പേരക്കുട്ടികളെ സ്നേഹിക്കുക, ആദരിക്കുക എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവാണ്, അവരോടുള്ള ബഹുമാനമാണ്. അതാണ് ഒരു സയ്യിദിനെയും നമ്മൾ തെറിവിളിക്കാൻ പാടില്ല. ഒരു സയ്യിദിനെയും നമ്മൾ മോശമായി പെരുമാറാൻ പാടില്ല. തങ്ങളുട്ടിയാണോ അവരെ നമ്മൾ ബഹുമാനിക്കണം. എത്ര ചെറിയ കുട്ടികളാണെങ്കിലും, നമ്മളെത്ര വലിയ ആളുകളാണെങ്കിലും തങ്ങന്മാരുണ്ടെങ്കിൽ ആ തങ്ങന്മാർക്കാണ് ബഹുമാനം, തങ്ങന്മാർക്കാണ് ആദരവ് കൊടുക്കേണ്ടത്. അവർ വലിയവരാണ്, അവരെത്രയോ വലിയവരാണ്. കാരണം അവരുടെ രക്തത്തിൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നമ്മൾ വേണം. അതാണ് അഷ്റഫുൽ ഖൽക്ക് നമ്മളോട് പറഞ്ഞു വെച്ച ഒന്ന്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എൻ്റെ അഖാരിബീങ്ങളോട്, എൻ്റെ കുടുംബക്കാരോട്, എൻ്റെ ബാക്കിയുള്ളവരോട്, എൻ്റെ മക്കളോട്, പേരമക്കളോട് അവരെപ്പോഴും നമ്മൾ മവദ്ദത്ത് വെക്കണം, സ്നേഹം വെക്കണം, അവരെ ബഹുമാനിക്കണം. അത് അൽഹംദുലില്ലാ നമ്മുടെ കേരളത്തിൽ ഇന്നോളം അത് കണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിലൊക്കെ അത് കണ്ടുവരുന്നുണ്ട്. നമുക്കറിയാം, ചാവക്കാട് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ, അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, ദലാലുൽ ഖൈറാത്ത് ഇന്ന് നമ്മുടെ നാട്ടിൽ വല്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ആ ദലാലുൽ ഖൈറാത്ത് കക്കിടിപ്പുറം വലിയ നമ്മുടെ നാട്ടിൽ എല്ലാവരും, പഴമക്കാർ എല്ലാവരും ബഹുമാനത്തോടെ ആദരവോടെ വലിയായി കണ്ടിരുന്ന വലിയ മഹാനാണ് കക്കിടിപ്പുറം വലിയ. ആ കക്കിടിപ്പുറം വലിയൻ്റെ അടുക്കൽ നമ്മുടെ പുളിക്കലിലെ പറവൂരിലെ ഒരു കൂട്ടം ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ വല്ലാത്ത രോഗം പിടിപെട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കുറഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ കൊറോണ പോലത്തെ ഒരു രോഗം, ഒരു രോഗം അങ്ങോട്ട് വരുന്നു. പുളിക്കൽ പറവൂരിലുള്ള എല്ലാ ആളുകളും മരിച്ചു പോകുന്നു. ആർക്ക് എന്നാ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഇങ്ങനെ മരിച്ചു വീയന്നെ. ഒരു പനിയാണ് വരിക, അല്ലെങ്കിൽ ഒരു ജലദോഷമാണ് വരിക, ഒരു പറയത്തക്ക രോഗമൊന്നും ഇല്ല, ആ രോഗമാണ് വരുന്നു, അവർ മരിക്കുന്നു. ഇങ്ങനെ വല്ലാതെ വിഷമായ സമയത്ത് പറവൂരിലെ നമ്മുടെ നല്ലവരായ ആളുകൾ, അവിടുത്തെ നല്ല മനുഷ്യർ ചെന്നിട്ട് കക്കിടിപ്പുറം വലിയനോട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ഒരു വിഷമുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്താന്ന് അറിയുന്നില്ല. പെട്ടെന്ന്, നേരത്തെ ഒരു രോഗമില്ല, പെട്ടെന്ന് ഒരു പനി പോലെ അല്ലെങ്കിൽ ജലദോഷം പോലെ ഒരു രോഗമാണ് വരുന്നു. ഉടനെ അയാൾ മയ്യത്താകുന്നു. ഉടനെ അവിടുന്ന് കക്കിടിപ്പുറം വലിയ പറഞ്ഞൊരു വാക്ക്, നിങ്ങളുടെ നാട്ടിൽ പറവൂരിൽ തങ്ങന്മാരുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എങ്കിൽ നിങ്ങൾ പറവൂരിൽ ഒരു സയ്യിദിനെ കുടിയിരുത്തണം, ഒരു തങ്ങളെ നിങ്ങൾ കുടിയിരുത്തണം. ഇന്നും നിങ്ങൾ പറവൂരിൽ, നമ്മുടെ മലപ്പുറത്തെ പുളിക്കലിലെ പെരിയമ്പലത്തുനിന്ന് ഉള്ളോട്ട് കയറിയാലുള്ള ഒരു പ്രദേശമാണല്ലോ പറവൂർ. നമുക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആ കക്കിടിപ്പുറം വലിയ പറഞ്ഞ അതേ ഇന്ന് ആ തങ്ങന്മാരവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നാട്ടിൽ അതിനുശേഷം അങ്ങനത്തെ ഒരു രോഗം വന്നിട്ടേ ഇല്ല. ഇത് അനുഭവമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ അനുഭവമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. മറ്റൊന്ന് പറഞ്ഞത്, കക്കിടിപ്പുറം വലിയ പറഞ്ഞ മറ്റൊന്ന്, നിങ്ങളുടെ നാട്ടിൽ ഒരു സ്വലാത്ത് ആരംഭിക്കണമെന്നാണ്. ഇന്നും ആ പറവൂരിൽ ആ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, ആ മജ്‌ലിസ് സംഘടിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ബലാകൾ നീങ്ങാൻ സയ്യിദന്മാരെന്ന് പറയുന്നത്, തങ്ങന്മാരെന്ന് പറയുന്നത്, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടികളെന്ന് പറയുന്നത്, അവർ വലിയവരാണ്, അവർ നേതാക്കന്മാരാണ്, അവർ ലോകോത്തര പ്രതിഭകളായി മാറും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം. അവരോട് നമുക്ക് വലിയ കടപ്പാടുകളുണ്ട്. അവർ വിഷമിക്കാൻ പാടില്ല, അവർ പ്രയാസപ്പെടാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും വരുമ്പോഴേക്ക്, അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത്, അത് പ്രവർത്തിക്കേണ്ടത്, അവർക്ക് വേണ്ടി ഖിദ്മ ചെയ്യേണ്ടത്, അതൊക്കെ നമ്മുടെ ബാധ്യതകളാണ്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ
എങ്കിൽ അവിടുത്തെ മക്കളെ നമ്മൾ സ്നേഹിക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് മഹബത്തുണ്ടോ, മവദ്ദത്തുണ്ടോ? ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടോ? എങ്കിൽ അവിടുത്തെ പേരമക്കളെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മൾ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ കൂടെ, അല്ലെങ്കിൽ നമ്മളൊരു കുടുംബത്തിലേക്ക് പോകുമ്പോൾ, നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ കൂടെ നമ്മളൊരു പേരക്കുട്ടി കൂടിയുണ്ട്. ആ പേരക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, നമുക്ക് മാത്രം ഭക്ഷണം തരുന്നു, അത് പറ്റില്ലല്ലോ. ആ പേരക്കുട്ടിയെ നമ്മളൊരു കസേര കൊടുത്ത് ഇരുത്തുന്നില്ല, നമ്മളെ കസേര തന്ന് ഇരുത്തുന്നു, അത് പറ്റില്ലല്ലോ. എവിടെയും ഏത് സമയത്തും നമ്മളെ സ്വന്തം മക്കളാണെങ്കിലും പേരമക്കളാണെങ്കിലും അവരെ ബഹുമാനിക്കാഞ്ഞാൽ, അവരെ ആദരിക്കാഞ്ഞാൽ, നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ, നമുക്ക് വേദനയുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വരാൻ അനിഷ്ടം തോന്നുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളോട് ഒരിക്കലും നമുക്ക് അങ്ങനത്തെ ഒരു അനാദരം ഉണ്ടാകാൻ പാടില്ല, ഒരു അനിഷ്ടം ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും അവരെ ബഹുമാനിക്കണം, ആദരിക്കണം. അതാണ് കഴിഞ്ഞ സ്നേഹലോകത്തിൽ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന മലപ്പുറത്തെ ടൗൺ ഹാളിൽ നടന്ന ലോകത്തിൽ സാംസ്കാരിക ചിന്തകൻ കൂടിയായ KP രാമനുണ്ണി നമ്മളോട് പറഞ്ഞത്. എവിടെയും എപ്പോഴും ഏതു സമയത്തും നമ്മൾ തങ്ങന്മാരെ ബഹുമാനിക്കുക എന്നുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതു കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും, അവിടുത്തെ ജീവിതത്തിൽ ഏതു സമയം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അവിടുന്ന് നമുക്ക് നല്ലത് മാത്രമല്ലാത്ത ഒന്നും ചെയ്തു തന്നിട്ടില്ല. അവിടുത്തെ ജീവിതം മുഴുവനും, അവിടുത്തെ ദർശനം മുഴുവനും, അവിടുത്തെ എല്ലാ കാര്യങ്ങളും മുഴുവനും വിശുദ്ധ ഇസ്ലാം നമുക്ക് കാണിച്ചു തന്നത് തന്നെയാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാം ഇന്ന് നമ്മളോട്, വിശുദ്ധ ഖുർആൻ അവിടുത്തെ പത്നിയോട്, ആയിഷ ഉമ്മയോട്, നമ്മുടെ ഉമ്മയായ ഉമ്മഹാത്തുൽ മുഅ്മിനീനായ ആയിഷ ഉമ്മ ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചത് വിശുദ്ധ ഖുർആനിനോടാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവിടുത്തെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ എന്താണോ നമ്മളോട് പ്രതിപാദിക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും, നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ പ്രദേശങ്ങളിൽ എവിടെയൊക്കെ എന്തെല്ലാം നന്മകൾ വിരിയുന്നോ, നന്മകൾ ചെയ്യേണ്ടതുണ്ടോ, അതൊക്കെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതാണ്. നമുക്കറിയാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത് ഒന്ന് അവിടുത്തെ പേരമക്കളെ ഒക്കെ ഒന്ന് സ്നേഹിക്കുക എന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ സയ്യിദന്മാരുണ്ട്, നമ്മൾ സ്നേഹിക്കണം. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു കാര്യം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മഹബത്ത് വെക്കുമ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട മറ്റൊന്ന്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, സ്വലാത്ത് മജ്ലിസുകളിൽ പങ്കെടുക്കുക. എവിടെയൊക്കെ സ്വലാത്ത് മജ്ലിസുകളുണ്ടോ ആ സ്വലാത്ത് മജ്ലിസുകൾ, ഇന്ന് ഇവിടെ ഒരു മതവിജ്ഞാനവേദിയാണ്, ഇവിടെ ഒരു സ്വലാത്ത് മജ്ലിസാണ്, ഇവിടെ ഒരു ബുർദ മജ്ലിസാണ്. ഈ ബുർദ എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മജ്ലിസ് ഇത് സ്വലാത്തിൻ്റെ മജ്ലിസാണ്. ഇങ്ങനത്തെ മജ്ലിസുകൾ എവിടെയെല്ലാം നടക്കുന്നോ അവിടേക്കൊക്കെ നമ്മൾ പോവുക, ആ മജ്ലിസുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. നമ്മൾ മാത്രമല്ല, നമ്മളെ കൂടെ ഉള്ള നല്ല പാതികൾ, നമ്മുടെ ഭാര്യമാരെ പങ്കെടുപ്പിക്കണം, നമ്മളെ മക്കളെ പങ്കെടുപ്പിക്കണം, നമ്മളെ പേരമക്കളെ പങ്കെടുപ്പിക്കണം. അവർക്കിത് കാണിച്ചു കൊടുക്കണം, അവർക്ക് ഈ കൾച്ചർ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് നമ്മൾ നടത്തേണ്ടത്, ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ വല്ലാതെ സ്വലാത്ത് ചൊല്ലണം, കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. എത്രത്തോളം നമുക്ക് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം സ്വലാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ സ്വലാത്തുകൾ നമ്മൾ കൂടുതൽ വർദ്ധിപ്പിച്ചാൽ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് യഖ്ലത്തിലും മനാമിലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. കണ്ട ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, അനുഭവസ്ഥരുണ്ട്. എത്രയോ ആളുകൾ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. വളരെ ചെറുപ്പക്കാരായ ആളുകൾ, പ്രായം ചെന്ന ഉമ്മമാർ, നല്ല വലിയ വലിയ സാത്വികരായ പണ്ഡിതന്മാർ, എത്ര ആളുകളാണ്. ഞാൻ ഇത്ര തവണ ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബി തങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത്. വളരെ ചെറുപ്പക്കാരനായ സാധാരണ ഒരു എൻജിനീയർ, നല്ല ഒരു എൻജിനീയർ, കോഴിക്കോട് ജില്ലയിലൊരു എൻജിനീയർ,
സ്ഥിരമായി അദ്ദേഹം കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് ടൗണിലേക്ക് വരുമ്പോൾ 1 മണിക്കൂർ സമയമെടുക്കുന്നുണ്ട് ബസ്സിന്. അത്രയും സമയം അദ്ദേഹം സ്വലാത്ത് ചൊല്ലുകയാണ്. വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴും തിരിച്ച് ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും 2500 സ്വലാത്ത് ഒരു ദിവസം ചൊല്ലി തീർക്കുന്നുണ്ട്. ആ 25കാരനായ എഞ്ചിനീയർ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. സാധാരണക്കാരനാണ്, സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നമുക്ക് കണ്ടുകൂടാ? നമ്മുടെ സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ സ്വലാത്ത് മതിയാകുന്നില്ല. എവിടെയെങ്കിലും കുറവുകളുണ്ടോ? ആ കുറവുകളുണ്ടെങ്കിൽ അത് നമ്മുടെ കുറവായിട്ട് പരിഗണിക്കണം. ഞാൻ ചൊല്ലുന്നിടത്ത് എന്തോ ഒരു കുറവുണ്ട്, എൻ്റെ ചൊല്ലലിൽ ഇഖ്ലാസ് കുറവുണ്ട്, ഞാൻ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ അഷ്റഫുൽ ഖൽക്ക് നബി തങ്ങളെ കണ്ടിട്ടില്ല എന്ന് നമ്മൾ പരിഭവിക്കരുത്. വീണ്ടും വീണ്ടും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇന്ന ഔലന്നാസി അക്സറുഹും അലയ്യ സ്വലാ. എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ആരാണോ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നത് അവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. റബീഉൽ അവ്വൽ മാസം, റബീഉൽ ആഖിർ മാസം, ഓരോ മാസങ്ങളിലും സ്വലാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. നമ്മുടെ മലപ്പുറത്തെ ഒരു നല്ല മനുഷ്യരായ ഒരു വലിയ കുടുംബമുണ്ട്. കുടുംബത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കോടിക്കണക്കിന് സ്വലാത്തുകൾ റബീഉൽ അവ്വലിൽ എല്ലാ വർഷങ്ങളിലും ആ വീട്ടിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കോടിക്കണക്കിന് സ്വലാത്തുകൾ. അവിടുത്തെ ഉമ്മ, ഉപ്പ, ഉമ്മമാർ, ഉപ്പാപ്പമാർ, കുട്ടികൾ, പേരക്കുട്ടികൾ എല്ലാവരും കോടിക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആ സ്വലാത്ത് മജ്ലിസിലേക്ക് അഭിവന്ദ്യരായ ശൈഖുന ബദറുസ്സാദാത്ത് തങ്ങൾ ഉസ്താദിനെ വിളിക്കാറുണ്ട്. വർഷങ്ങളായി ആ മജ്ലിസ് സംഘടിപ്പിച്ചു വരുന്നു. ഇത് നമ്മുടെ മലപ്പുറത്താണ്, ഇവിടെ തൊട്ടടുത്താണ്. കുടുംബം ഞാൻ പറയുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് നല്ലവരായ സാത്വികരായ ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരിടക്ക് അഷ്റഫുൽ ഖൽക്ക് നബി തങ്ങളെ കാണുന്നുണ്ട്. നമ്മളെ കണ്ണുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും നമുക്ക് കാണാൻ കഴിയണം. അള്ളാഹു നമുക്കത് സാധിപ്പിച്ചു തരട്ടെ. അതിന് നമ്മൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. എത്ര സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാൻ കഴിയോ അത്രയും സ്വലാത്തുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഒരു സ്വലാത്ത് ചൊല്ലി നമുക്ക് മടുപ്പ് വരികയാണെങ്കിൽ വേറൊരു സ്വലാത്ത് ചൊല്ലുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വലാത്തുകൾ ചൊല്ലുക. വ്യത്യസ്തമായ സ്വലാത്തുകൾ വ്യത്യസ്തമാണ്. ഏതു രീതിയിൽ നമുക്ക് ചൊല്ലിയാലും സ്വലാത്താകും. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹിലി ഏറ്റവും ചുരുങ്ങിയ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹിലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഏറ്റവും പൂർണ്ണമായ എല്ലാം അടങ്ങിയ സ്വലാത്താണ്. നമുക്ക് കഴിഞ്ഞ റബീഉൽ അവ്വലിൽ അഭിവന്ദ്യരായ ശൈഖുന ബദറുസ്സാദാത്ത് നമ്മളോട് ചൊല്ലാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരിക, നമുക്ക് വിഷമങ്ങൾ വരിക, നമ്മൾ ഉടനെ ഡോക്ടർമാരുടെ അടുത്തേക്ക് മണ്ടിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ മണ്ടിപ്പോകുന്നുണ്ട്. ശൈഖുന പറയാറുള്ളത് പോകണം, അതൊന്നും പോകണ്ടെന്നല്ല. ഡോക്ടർമാരെ നമ്മൾ കാണിക്കണം, ചികിത്സ തേടണം, മരുന്ന് നമ്മൾ കുടിക്കണം, അതൊന്നും ഒഴിവാക്കാൻ പറ്റൂല. അതൊക്കെ ചെയ്യുന്നതോടുകൂടെ എൻ്റെ ഈ രോഗം മാറാൻ വേണ്ടി എനിക്കൊന്ന് സ്കാൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എക്സ്റേ എടുത്തപ്പോൾ ഇന്നാലിന്ന രോഗം ഉണ്ടായിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഈ രോഗം മാറാൻ വേണ്ടി 1,00,000 സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം എന്ന സ്വലാത്ത് ഞാൻ 1,00,000 ചൊല്ലി തീർക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് മാറും എന്ന് എനിക്കുറപ്പുണ്ട്, ഞാൻ ഇത് ചൊല്ലി തീർക്കും എന്ന് മനസ്സിൽ നിയത്ത് ചെയ്താൽ തീർച്ചയാണ് നമുക്ക് ആ രോഗം മാറിയിരിക്കും. നമ്മൾ ചൊല്ലി തീർക്കുമ്പോഴേക്ക് ആ രോഗം മാറിയിരിക്കും. ഇത് അനുഭവസ്ഥരായ ഒരുപാട് ആളുകൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കൂട്ടത്തിലുണ്ട്, എനിക്കറിയാം.